ഇനി കാര്യത്തിൽ വരാം. ഇത്രയും വലിയൊരു ശാസ്ത്രം അടിസ്ഥാനപരമായിട്ടൊരു കഴിവില്ലാത്ത ഇന്നത്തെ നില ആലോചിക്കണം നമ്മൾ. യൗക്കാണ്ട കാലത്തിൽ എത്ര വർഷം പഴക്കണ വെച്ചാൽ ഇങ്ങനെ അറിവ് വരണ്ടേ? ശരിയല്ലേ? ഇങ്ങനത്തെ അറിവ് വരണ്ട ഗഡികളെ. 10,000 വർഷങ്ങൾക്കോ 1,00,000 വർഷങ്ങൾക്കോ ആയിക്കോട്ടെ, അന്ന് എന്ത് തേങ്ങേരെ മൂല കാടിൻ്റെ അകത്ത് ജീവിച്ചിരിക്കുന്ന ഊഹു ആഹാ ടീമുകൾക്ക് ഇത്രയും വലിയ അറിവ് എവിടെ നിന്ന് വന്നു? എങ്ങനെ വന്നു ഇത്രയും വലിയ അറിവ്? ആര് കൊടുത്തു ഇത്രയും വലിയ അറിവ്? ചെറിയ അറിവൊന്നുമല്ല. വേദശാസ്ത്ര നോളജ് എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല സുഹൃത്തുക്കളെ. ഇത് എഴുതി ഉണ്ടാക്കേണ്ടത്. ഇത്രയും വലിയ അറിവ്, സൗരസിദ്ധാന്തം പോലെ സിദ്ധാന്തങ്ങൾ, ഈ പറയുന്ന വേദങ്ങൾ, അതിലെ കൺസെപ്റ്റ്സ്. ഹനുമാൻ പഴത്തിന് വേണ്ടി ചാടിയ ദൂരം ഒരു ആസ്ട്രയുണ്ടാണ് സ്റ്റോ സഹസ്രയുഗയോജന. ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഹനുമാൻ ചാടിയ ദൂരം 100 യോജനയാണ്, അതായത് 1600 കിലോമീറ്റർ. ശ്രീലങ്കയിൽ നിന്ന് ക്യാച്ച് ചെയ്യേണ്ടി വരും ഹനുമാനെ. ചാടി പിടിച്ചിട്ട് വരും ഡൈവ് ചെയ്തിട്ട്. എന്നിട്ട് പറയണം നീ ഉദ്ദേശിച്ച സ്ഥലം ഇതാണ്, 44 കിലോമീറ്ററുള്ളോടന്നേ ഇന്ത്യയിൽ നിന്ന്. എങ്ങനെ കണക്കൂട്ടിയിട്ടും ഹനുമാനെ ചാടിച്ച ചാട്ടത്തിൻ്റെ ദൂരം നോക്കുമ്പോൾ ആൾ ഫിലിപ്പീൻസിലെ മറ്റോടത്തൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചു കൊടുന്നിട്ട് ലങ്കാലക്ഷ്മിനെ അടിച്ചിട്ട് കയറിയതാവും. ശരിയല്ലേ ചേട്ടാ? അപ്പോൾ ഈ രാമസേതു ഒന്നുമില്ല, 40 കിലോമീറ്ററിലത് രാമസേതു. ഇതെങ്ങനെ ചാടിയാലും ഈ ശ്രീലങ്ക മറികടന്നു പോകും. ഇപ്പോഴുള്ള ശ്രീലങ്ക മറികടന്നു പോകും. എൻ്റെ പരബ്രഹ്മ അള്ളാഹു കർത്താവ് പിതാവേ ലോഹിമേ രക്ഷയില്ല. എങ്ങനെ ചിന്തിച്ചിട്ടും. പിന്നെ യുഗങ്ങളുടെ കണക്ക്. രാമായണ കാലം എന്ന് പറയണത് എത്രയാ 12 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അന്ന് മനുഷ്യന്മാർ ജീവിച്ചിരുന്നതെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. എന്തോ എവിടെയോ ചീഞ്ഞ് താറുന്നുണ്ട് ഇല്ലേ? ഉണ്ട്, ഞാൻ തരാം. എങ്ങനെ കൂടിയിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഹോമോസാപ്പിയൻസ് പോലും അറിഞ്ഞിട്ടില്ല സംഭവം. രാമായണ മഹാഭാരതം 12 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ദ്വാരക